ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരിക്കാമി പേപ്പർ കൊണ്ടൊരു സ്റ്റാർ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമുക്കിഷ്ടമുള്ള കളറിൽ 21 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പേപ്പർ എടുക്കാം. ഇനി പേപ്പർ ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം അതിൻ്റെയും ഹാഫായിട്ട് മടക്കി കൊടുക്കാം. ലാസ്റ്റ് മടക്കിയ ഭാഗം നിവർത്തി കൊടുക്കുമ്പോൾ അതിനുള്ളിലായിട്ട് 2 സ്ക്വയർ പോലെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി ഇതിലെ ഒരു സ്ക്വയറാണ് നമ്മളിപ്പോൾ മടക്കിയെടുക്കുന്നത്. അതായത് ആ പേപ്പറിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് നമ്മളിപ്പോൾ മടക്കി കൊടുക്കുന്നത്. ആ ഒരു പോർഷൻ കോർണർ ടു കോർണർ ആയിട്ട് ഇതേ രീതിയിൽ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് അതിനുള്ളിലായിട്ടൊരു ക്രോസ്ഡ് ലൈൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി അടുത്ത പോർഷനിലെ പേപ്പറിൻ്റെ അറ്റം ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ക്രോസ് മാർക്കിൻ്റെ സെൻറ്ററിലേക്കായിട്ടൊന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം അതേ പേപ്പർ തന്നെ സൈഡിലേക്ക് അതിൻ്റെ ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കുന്ന സമയത്ത് നല്ല പ്രസ് ചെയ്ത് മടക്കി കൊടുക്കാം. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടും ഈസി ആയിട്ടും നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പിൽ സ്റ്റാർ ചെയ്തെടുക്കാനായിട്ട് പറ്റുക. ഇനി ബാക്കിയുള്ള പേപ്പർ സെൻറ്ററിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കാം. അതായത് നമ്മളിപ്പോൾ മടക്കിയ പേപ്പറിനടുത്തേക്കായിട്ടൊന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം 2 സൈഡുകളും പുറത്തേക്ക് വരുന്ന മാതിരി കൂടി ഒന്ന് മടക്കിയെടുക്കാം. മടക്കുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൂടി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിലുള്ള ആ ഒരു പോർഷൻ മാത്രമാണ് ആവശ്യമുള്ളത്. അപ്പോൾ എക്സ്ട്രാ വരുന്ന പേപ്പർ സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം. ഇനി മടക്കിയ പേപ്പർ നിവർത്തി കൊടുക്കുമ്പോൾ നമുക്കൊരു പെൻഡഗൺ ഷേപ്പിലായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. അതായത് ഈ ഒരു പേപ്പറിന് 5 സൈഡുകൾ ഉണ്ടായിരിക്കും. അതിൻ്റെ ഓരോ സൈഡും പുറത്തു നിന്ന് ഉള്ളിലേക്കായിട്ടൊന്ന് മടക്കി നിവർത്തി കൊടുക്കാം. എല്ലാ സൈഡും മടക്കി നിവർത്തി കഴിയുമ്പോൾ പേപ്പറിനുള്ളിലായിട്ട് ഇതേപോലെ ഒരുപാട് ലൈനുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് ആദ്യം ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ കോർണർ പുറത്തേക്ക് വരുന്ന മാതിരി ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കാം. ഇതേപോലെ തന്നെ എല്ലാ സൈഡും ചെയ്തെടുക്കാം. പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. എല്ലാ സൈഡും മടക്കിയെടുക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കാം. ഇതിലെ ഓരോ സൈഡിൻ്റെയും ഹാഫ് പോർഷൻ അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് മടക്കിയെടുക്കാം. ഫസ്റ്റ് ടൈം മടക്കുന്ന സമയത്ത് കുറച്ച് ടഫായിട്ട് തോന്നിയാലും ഒരിക്കൽ കൂടി ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുത്ത ഈ ഒരു സ്റ്റാർ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇതുപോലെയുള്ള കുട്ടി അടിപൊളി ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.